بسم الله الرحمن الرحيم وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ നിഷ്കളങ്കമായി ഷർത്തനുസരിച്ച് ഖേദിക്കുകയാണെങ്കിൽ അയാളുടെ തോബ സ്വീകരിക്കും നിസ്സംശയം എന്നാണ് ഇമാം ഗസാലി പറഞ്ഞത്. തോബ സ്വീകരിക്കുക തന്നെ ചെയ്യും അല്ലാഹു തആല. അതിനുള്ള ആയത്തുകളും ഹദീസുകളും അസറുകളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷം അള്ളാഹുവിനെ എതിര് ചെയ്ത് നടന്നാലും അവൻ തോബയുടെ വഴിയിലേക്ക് തിരിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പടച്ചതമ്പുരാൻ എല്ലാ പാപങ്ങളും പൊറുക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു ഗഫൂറർ റഹീമ. അത് സംബന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് പറയുന്നു, വഖാല ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ, മഹാനായ ഷെയ്ഖ് ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ പറയുകയാണ്, ഒരുപാട് മുമ്പ് ജീവിച്ചിരുന്ന മഹാനാണ്. ജുനൈദുൽ ബഗ്ദാദിയുടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സലഫികൾ സാലിഹ്യങ്ങൾപ്പെട്ട ആളാണ് ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ. അദ്ദേഹം പറയുകയാണ്, ഇന്നലില്ലാഹി ഇബാദൻ, നിശ്ചയം അള്ളാഹുവിന് ചില അടിമകളുണ്ട്, നസബു, അവർ നട്ടുവെച്ചു, അഷ്ജാറൽ ഖതായ, പാപങ്ങളുടെ വൃക്ഷങ്ങളെ അവർ നട്ടുകളഞ്ഞു. അറിയാണ്ട് പാപങ്ങളുടെ വൃക്ഷങ്ങളെ ആ പാവങ്ങൾ നട്ടു. നസ്ബ റവാമിഖിൽ ഖുലൂബി, ഖൽബുകളെ നശിപ്പിക്കുന്ന വൃക്ഷങ്ങളുടെ നടൽ നട്ടു. ഖൽബുകളെ നശിപ്പിക്കുന്നവകളായ വൃക്ഷങ്ങളുടെ നടൽ അവർ നട്ടു. അഥവാ ആ പാപങ്ങൾ ഖൽബുകളെ നശിപ്പിക്കുന്നവകളാണ്. അങ്ങനത്തെ പാപങ്ങൾ അവർ ചെയ്തു എന്നർത്ഥം. എന്നിട്ട് വസഖൂഹ, അവരാ വൃക്ഷങ്ങൾക്ക് വെള്ളം നനച്ചു. ബിമാഇ തൗബത്തി, തൗബയുടെ വെള്ളം കൊണ്ടവർ നനച്ചു. പാപം ചെയ്തു എന്നുള്ളത് ശരിയാണ്, വൃക്ഷവും വന്നു, പിന്നെ തൗബയുടെ വെള്ളം കൊണ്ടാണ് അവർ അതിനെ നനച്ചത്. അപ്പൊ ഫഅസ്മറത്ത് നദ്മൻ വഹുസ്ന, ആ വൃക്ഷങ്ങൾ ഫലമുണ്ടാക്കി, ഖേദത്തെയും ദുഃഖത്തെയുമല്ല. ആ വൃക്ഷത്തിലൂടെ ഉണ്ടായ ഫലം അതാണ് സംഗതി. ആ വൃക്ഷം കൽബുകളെ മരിപ്പിക്കുന്ന സൈസ്, നശിപ്പിക്കുന്ന സൈസ് വൃക്ഷമാണെങ്കിലും അതിലുണ്ടായ ഫലം എന്താണ്? ഖേദവും ദുഃഖവുമെല്ലാമാണ് ഈ മഹാന്മാർക്ക്. അങ്ങനെ ഫജുന്നു മിൻ ഗൈരി ജുനൂനിൻ, ഭ്രാന്തില്ലാതെ അവർ ഭ്രാന്തന്മാരായി മാറി. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അവന്റെ മഹബത്തിലേക്ക് അടുത്തപ്പോൾ അവർ ഭ്രാന്തന്മാരായി മാറി. വതബല്ലദു, അവർ മന്ദബുദ്ധികളായി. മിൻ ഗൈരി അയ്യിൻ വലാ ബുക്മിൻ, അവർക്ക് മന്ദബുദ്ധികളാകാൻ കാരണം എന്താണ്? അവർക്ക് അശക്തിയൊന്നും ഉണ്ടായിട്ടല്ല, അശക്തി ഇല്ലാത്ത നിലയിൽ തന്നെ. വലാ ബുക്മിൻ, മൂകതയും ഇല്ലാത്ത നിലയിൽ തന്നെ. അവർ മൂകന്മാരും അശക്തന്മാരൊന്നും അല്ല. വൈന്യവും അവർ ഹുമുൽ ബുലഗാവ്, നല്ല ബലീഗുകളാണ്, സാഹിത്യ സമ്പുഷ്ടർ. അത് തന്നെയാണ് അൽ ഫുസഹാഉ അൽ ആരിഫൂന ബില്ലാഹി റസൂലി, അള്ളാഹുവിന്റെ അവൻ റസൂലിനെ കുറിച്ച് നല്ല മാരിഫത്തുള്ളവരാണ് അവർ. പക്ഷെ ഖൗം അവരെ മനസ്സിലാക്കിപ്പോയി ഭ്രാന്താണെന്ന്. പാപങ്ങളെ ഓർത്ത് കരഞ്ഞപ്പോൾ അവർക്ക് ഭ്രാന്തായി പോയതാണ്. സുമ്മ ശരിബു, പിന്നീട് അവർ കുടിച്ചു. ബികാസി സഫ, തെളിഞ്ഞ കോപ്പ കൊണ്ട് അവർ കോരി കുടിച്ചു. അങ്ങനെ ഫവരിസു സബ്ര, ക്ഷമയെ അവർ അനന്തരമാക്കി എടുത്തു. അല തൂരിൽ ബല, ദീർഘമായ പരീക്ഷണത്തിന്റെ മേൽ ക്ഷമയെ അവർ അനന്തരമായിട്ടെടുത്തു. ദീർഘമായ പരീക്ഷണം അവർക്കുണ്ടായി, മുസീബത്തുണ്ടായി, പക്ഷെ അവർ ക്ഷമിച്ചു. സുമ്മ പിന്നീട് തവല്ലഹത്തു ഖുലൂബുഹു, അവരുടെ കൽബുകൾ ദുഃഖിച്ചു. ഫിൽ മലക്കൂത്തി, അള്ളാഹുവിന്റെ അദൃശ്യ സാമ്രാജ്യത്തിൽ, അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ ലോകത്ത് അവരുടെ കൽബുകൾ ദുഃഖിച്ചു. വജാലത്ത് അഫ്കാറുഹും, അവരുടെ ചിന്തകൾ കറങ്ങി നടന്നു. ബൈന സറായ ഹുജ്ബിൽ ജബറൂത്തി, അള്ളാഹുവിന്റെ പരമശക്തി, ആ ശക്തിയുടെ മറകളിലുള്ള സൈന്യങ്ങളുടെ ഇടയിൽ, അള്ളാഹുവിന്റെ മലഉൽ അലയിലെ മലക്കുകളുടെ ഇടയിൽ നിന്നാണ് അതിന്റെ അർത്ഥം.
ഷറഹിൽ പറഞ്ഞിരിക്കുന്നത്. ജബറൂത്ത് അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ, അള്ളാഹുവിന്റെ പരമശക്തി, അള്ളാഹുവിന്റെ മഹത്വം എന്നൊക്കെ പറയാം. അതിന്റെ മറകളിലുള്ള സൈന്യങ്ങളുടെ ഇടയിൽ അവരുടെ ചിന്തകൾ കറങ്ങി നടന്നു. വസ്തവല്ലു സാഹിത്യത്തിന്റെ കളിയാണ്, തസൗഫിന്റെ ഇസ്തിലാഹി പദങ്ങളുമാണ്. അർത്ഥം വയ്ക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, ബാക്കി നമ്മൾ ചിന്തിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വസ്തവല്ലു അവർ തണലായി സ്വീകരിച്ചു. തഹ്ത റുവാഖിൻ നദം, ഖേദത്തിന്റെ കൂടാരത്തിൽ അവർ തണൽ കൊണ്ടു. അവർ ഖേദത്തിന്റെ കൂടാരത്തിലാണ് തണൽ കൊണ്ടത്. അവർ വായിച്ചു സഹീഫത്തൽ ഖതായ, അവരുടെ പാപങ്ങളുടെ ഫയൽ അവർ വായിച്ചു. അങ്ങനെ ഔറസു അൻഫുസും, അവരുടെ നഫ്സുകൾക്ക് അവർ അനന്തരമാക്കി എടുത്തു കൊടുത്തു. എന്തിനാൽ ജസഅ, പരിഭ്രമത്തെ. ഹത്ത അങ്ങനെ വസലു അവർ എത്തിച്ചേർന്നു ഇലാ ഉലുവി സുഹുദി, സുഹുദിന്റെ ഉന്നതിയിലേക്ക്. ബിസുല്ലമിൽ വറഇന്റെ കോണിപ്പടി വെച്ചിട്ട്, സൂക്ഷ്മതയുടെ കോണിപ്പടിയിലൂടെ അവർ സുഹുദിന്റെ ഭൗതിക പരിത്യാഗത്തിന്റെ ഉയർച്ചയിലേക്ക് അവരെത്തിച്ച്. ഫസ്തഅദബു അവർ രുചിച്ചു മിറാറത്തൽ തർക്കിൽ ദുന്യ, ദുന്യാവിനെ ഉപേക്ഷിക്കുന്നതിന്റെ കയ്പ് നീര് അവർ രുചിച്ചു. ഫസ്തലാനു അവർ മയം കണ്ടെത്തി. ഖുശൂനത്തൽ മൽജഇ, വിരിപ്പിന്റെ പരിപരിപ്പിൽ അവർ മയം കണ്ടെത്തി. ഹത്ത അങ്ങനെ ലഫറു അവർ വിജയിച്ചു. ഹത്ത ലഫിറു അവർ വിജയിച്ചു. ബിഹബിലിൻ നജാത്തി, രക്ഷയുടെ കയറിൽ പിടിച്ചിട്ട് അവർ വിജയിച്ചു. ഉർവത്തി സലാമത്തി, വിജയം, സലാമത്ത് രക്ഷ, നജാത്ത് അത് അങ്ങനെ തന്നെ, വിജയം രക്ഷ എന്നൊക്കെ തന്നെ അർത്ഥം. സലാമത്തിന്റെ ഉർവത്ത്, പിടി ഉണ്ടല്ലോ, ഈ പിടിക്കുന്ന വളയം, ആ വളയത്തിൽ അവർ പിടിച്ച് രക്ഷപ്പെട്ടു, അവർ വിജയിച്ചു. വസറഹത്ത് അർവാഹുഹും, അവരുടെ റൂഹുകൾ ഇങ്ങനെ പാറി നടന്നു. ഫിൽ ഉല, ഉന്നതിയിൽ. ഹത്ത അങ്ങനെ അനാഹു അവര് അവരുടെ ഒട്ടകങ്ങളെ മുട്ടുകുത്തിച്ചു. ഫി റിയാദിൻ നഈമി, അനുഗ്രഹത്തിന്റെ തോട്ടങ്ങളിൽ. വഖാദു അവർ മുങ്ങി. ഫി ബഹ്റിൽ ഹയാത്തി, ജീവിതത്തിന്റെ സമുദ്രത്തിൽ അവർ മുങ്ങി, ഉന്നതമായ ജീവിതത്തിന്റെ സമുദ്രത്തിൽ. വറദമു അവര് തട്ടിക്കളഞ്ഞു, തടഞ്ഞു. ഖനാദിക്കൽ ജസഇ, അവര് അടച്ചു കളഞ്ഞു. റദമു അവർ അടച്ചു കളഞ്ഞു. ഖനാദിക്കൽ ജസഇ, പരിഭ്രാന്തിയുടെ കിടങ്ങുകളെ അവർ അടച്ചു കളഞ്ഞു. അബറു അവർ വിട്ടുകടന്നു. ജുസൂറൽ ഹവ, ശരീരച്ചയുടെ പാലങ്ങളെല്ലാം അവർ വിട്ടുകടന്നു. അങ്ങനെ വിട്ടുകടന്ന് ഹത്ത നസലു അവർ ഇറങ്ങി. ബിഫിനാഇൽ ഇൽമി, ഇൽമിന്റെ മുറ്റത്ത് അവർ ഇറങ്ങി, മൈതാനത്തിൽ. വസ്തഖു അവർ കുടിച്ചു, അവർ നനച്ചു എന്നും പറയാം, കുടിച്ചു എന്നും പറയാം. മിൻ ഗദീരിൽ ഹിക്മത്തി, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഹിക്മത്ത്, യുക്തിജ്ഞാനത്തിന്റെ കുളത്തിൽ നിന്നും, ആ തടാകത്തിൽ നിന്നും അവർ കുടിച്ചു. വറക്കിബു അവർ യാത്ര ചെയ്തു. സഫീനത്തൽ ഫിത്നത്തി, ബുദ്ധികൂർമ്മതയുടെ കപ്പലിൽ അവർ യാത്ര ചെയ്തു. വാക്കിലഹു അവർ കപ്പൽ ഓടിച്ചു. ബിരീഹിൻ നജാത്തി, നജാത്തിന്റെ കാറ്റുകൊണ്ട്. ഈ ബഹരി സലാമത്തി, സലാമത്തിന്റെ സമുദ്രത്തിൽ. ഹത്ത അങ്ങനെ വസലു അവർ എത്തിച്ചേർന്നു. ഇലാ റിയാദിർ റാഹത്തി, റാഹത്തിന്റെ തോട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. മഅദനിൽ ഇസ്സി, ഇസ്സിന്റെ ഖനിജത്തിലേക്കും, അന്തസ്സിന്റെ ഖനിജത്തിലേക്കും. വൽ കറാമത്തി, ബഹുമാന്യത്തിന്റെ ഖനിജത്തിലേക്കും അവർ എത്തിച്ചേർന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാം, ഫഹാദൽ ഖദറു കാഫിനടാ, ഈ അളവ് മതി. ഈ ബയാനി അന്ന കുല്ല തൗബത്തിൻ സഹിഹത്തിൻ, സഹിഹായ കളങ്കമില്ലാത്ത എല്ലാ തൗബയും മഖ്ബൂലത്തുൻ ലാ മഹാല, നിസ്സംശയം അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതിന് ഈ അളവൊക്കെ മതി, തെളിവായി. തുടർന്ന് അദ്ദേഹം പറയാണ്, ഫൈൻ കുൽത്ത, അപ്പൊ നീ ചോദിച്ചാൽ, അഫ തക്കൂൽ, അപ്പൊ താങ്കൾ പറയുന്നത് മാ കാലത്തുൽ മുഅ്തസില, മുഅ്തസിലികൾ പറയുന്ന പോലെയാണോ പറയുന്നത്? മുഅ്തസിലികൾ പറയുന്നത് താങ്കളും പറയുകയാണോ? മുഅ്തസിലികൾ എന്താ പറയുന്നത്? മിൻ അന്ന ഖബൂല തൗബ, തൗബ സ്വീകരിക്കൽ വാജിബുൻ അലല്ലാഹ്, മനുഷ്യൻ നന്മ ചെയ്താൽ പ്രതിഫലം കൊടുക്കലും തിന്മ ചെയ്താൽ ശിക്ഷിക്കലും അള്ളാഹുവിന്റെ മേൽ വാജിബാണെന്നാണ് മുഅ്തസിലി വിഭാഗം പറയുന്നത്. അതുപോലെ തൗബ സ്വീകരിക്കൽ വാജിബാണെന്നുള്ള മുഅ്തസിലിയുടെ വാദമാണോ താങ്കൾക്കുള്ളത്? മുഅ്തസിലിയോട് പടവെട്ടിയ മഹാനായ ഇമാം ഗസ്സാലി എന്ന് ചോദിച്ചാൽ ഫാഖൂലു, ഞാൻ പറയാം, ലാ അഅനി, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ബിമാ ദക്കർതു, ഞാൻ ഈ പറഞ്ഞ ഒന്നുകൊണ്ട്, മിൻ വുജൂബി ഖബൂലി തൗബത്തി അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ തൗബ സ്വീകരിക്കൽ നിർബന്ധമാണെന്നതിനാൽ,
ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ മാ ഒന്നിനെ അല്ലാതെ, യുരീദുഹു അതിനെ ഉദ്ദേശിക്കുന്നു, അൽ ഖായിലു പറയുന്ന ആള്, ഒരു തന്റെ വാക്കുകൊണ്ട്. എന്തെന്ന്? ഇന്ന സൗബ ഒരു വസ്ത്രം, ഇതാ ഗുസില അതിനെ കഴുകപ്പെട്ടാൽ, ബി സാബൂനി സോപ്പ് കൊണ്ട് കഴുകപ്പെട്ടാൽ, വജബ സവാലുൽ വസഖി അഴക്ക് നിങ്ങൾ നിർബന്ധമാണ് എന്നതുകൊണ്ട് ആ പറഞ്ഞ ആൾ എന്തുദ്ദേശിക്കുന്നു അത് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫൈനൽ അത്ഷാന ദാഹം, ഇതാ ശുരിബൽ മാഹു അത്ഷാൻ ദാഹിക്കുന്നയാള്, ഇതാ ശരിബൽ മായാൽ വെള്ളം കുടിച്ചാൽ, വജബ സവാലുൽ ആതിഷി ദാഹം നിങ്ങൾ നിർബന്ധമാണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വന്നൗ ഇതാ മുനിഅൽ മാഉ മുദ്ദത്തൻ കുറെ കാലം വെള്ളത്തിന് തടയപ്പെട്ടാൽ, വജബൽ ആതിഷു ദാഹം നിർബന്ധമാകും. വന്നൗ ഇതാ ദാമൽ ആതിഷു ദാഹം നിത്യമായാൽ, വജബൽ മൗത്തു മരണം നിർബന്ധമാകും. വലൈസ ഫീ ശൈഇൻ മിൻ ദാലിക പറഞ്ഞതിൽ ഒന്നും തന്നെ ഇല്ല, മാ യുരീദുൽ മുഅ്തസില മുഅ്തസില ഉദ്ദേശിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. ബിൽ ഇജാബി അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ നിർബന്ധമാക്കൽ കൊണ്ട്. ബൽ മറിച്ച് അഖൂലു ഞാൻ പറയും, ഖലഖല്ലാഹു തആല അല്ലാഹു തആല പടച്ചു, താഅത്തിനെ അല്ലാഹ് പടച്ചു, മുക്കഫിറത്തൻ ലിൽ മാസിയത്തി പാപത്തിനുള്ള പ്രതിരോധമായ നിലയിൽ പരിഹാരമായ നിലയിലാണ് താഅത്തിനെ അല്ലാഹു പടച്ചത്. വൽ ഹസനത നന്മയെ അല്ലാഹ് പടച്ചു, മാഹിയത്തൻ ലി സയ്യിഅത്തി തിന്മയെ മായ്ക്കുന്ന ആയിട്ട് അല്ലാഹു തആല പടച്ചു. ഏതുപോലെ കമാ ഖലഖൽ മാ വെള്ളത്തിന് അല്ലാഹ് പടച്ച പോലെ, മുസ്ബിലൻ ലിൽ ആതിശി ദാഹം നീക്കുന്നതായിട്ട്. വൽ ഖുദ്റത കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൽ ഖുദ്റത്തു അള്ളാഹുവിന്റെ ഖുദ്റത്ത് മുത്തസി അതിന് വിശാലമാണ്, ബി ഖിലാഫി ഇതിന്റെ എതിരുകൊണ്ടും. ഈ പറഞ്ഞതിന്റെ എതിരിലുണ്ടാകാൻ അള്ളാഹുവിന് കഴിവുള്ളതാണ്. ലോ സബക്കത്ത് ബിഹിൽ മഷിയത്ത് അതിൽ അള്ളാഹുവിന്റെ മഷിയത്ത് മുന്നിട്ടാൽ ഇതിന് എതിര് ചെയ്യാനും അള്ളാഹു തആലയ്ക്ക് കഴിവുണ്ട്. പക്ഷെ ഫല വാജിബാണ്, അപ്പൊ അള്ളാഹുവിന്റെ മേൽ ഒന്നും നിർബന്ധമല്ല. വലാകിൻ മാ സബക്കത്ത് ബിഹി ഇറാദത്തുഹു അവന്റെ ഇറാദത്ത് മുന്നിട്ട ഒന്ന്, ഇന്നത് സംഭവിക്കുന്ന അള്ളാഹു ഉദ്ദേശിച്ച ഒന്ന്, അൽ അസ്ലിയായ ഇറാദത്ത്, ഫ വാജിബുൻ കൗനുഹു അതുണ്ടാകൽ നിർബന്ധമാണ്. അപ്പൊ തൗബ ചെയ്താൽ സ്വീകരിക്കാന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് ഉണ്ടാകും. ലാ മഹാലത്ത നിസ്സംശയം. ഫൈൻ കുൽത ഇനി ഒരാൾ ചോദിച്ചാൽ, നീ പറഞ്ഞാൽ, ഫമാമിൻ താഇബിൻ ഒരു തൗബക്കാരനുമില്ല, ഇല്ലാ വഹുവ ഷാക്കുൻ ഫി ഖബൂലി തൗബ അയാളുടെ തൗബ സ്വീകരിക്കുന്ന വിഷയത്തിൽ അയാൾ സംശയാലുമായിട്ടല്ലാതെ. തൗബ ചെയ്ത എല്ലാവർക്കും എൻ്റെ തൗബ സ്വീകരിച്ചൊന്നും സംശയമുണ്ട്. പക്ഷെ ഷാരിബുൽ വെള്ളം കുടിക്കുന്ന ആള് ലാ യശുക്കു ഫി സവാലി ആതിശി ദാഹം നീങ്ങുന്നതിൽ അയാൾ സംശയിക്കാറില്ലല്ലോ. ഫലിമ പിന്നെ എന്തുകൊണ്ട് യശുക്കുഫി അയാൾ ഈ തൗബ സ്വീകരിക്കുന്ന വിഷയത്തിൽ സംശയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഫാഖൂൽ ഞാൻ പറയും, ഷക്കുഹു ഇയാളുടെ സംശയം, ഫിൽ കബൂലി കബൂലിന്റെ വിഷയത്തിലുള്ള ഇയാളുടെ സംശയം, കശക്കി ഇയാൾ സംശയിച്ചതുപോലെയാണ്, ഫി വുജൂദി ഷറാഇത്തി സിഹത്തി സിഹത്തിന്റെ ഷർത്തുകൾ ഉണ്ടാകുന്ന വിഷയത്തിൽ, തൗബയുടെ ഷർത്തുകളൊക്കെ ശരിയായോ എന്ന വിഷയത്തിൽ സംശയിക്കുന്ന പോലെ. അതാണ് അയാളുടെ സംശയം. കാരണം ഫൈനലി തൗബയ്ക്കുണ്ട് അർക്കാനൻ കുറെ റുക്കിനുകളുണ്ട്, ഷുറൂത്തൻ കുറെ ഷർത്തുകളുമുണ്ട്, ദഖീഖൻ വളരെ സൂക്ഷ്മങ്ങളായ ചില ഷർത്തുകളുമുണ്ട്. കമാസയത്തി പുറകെ വരും. വലൈസ യതഹഖഖു വുജൂദു ജമീഉ ശുറൂത്തിഹാ തൗബയുടെ മുഴുവൻ ഷർത്തുകളും ഉണ്ടാകുക എന്നുള്ള തഹഖുഖല്ല, ഉറപ്പാക്കാൻ പറ്റത്തില്ല. ഏതുപോലെ കല്ലതി ഒരാളെ പോലെ യശുക്കു അയാൾ സംശയിക്കും, ഫി ദവാഇ ശുർബിഹി ഫി ദവാഇന് ഒരു മരുന്നിന്റെ വിഷയത്തിൽ അയാൾ സംശയിക്കും. എങ്ങനത്തെ മരുന്ന്? ശരിബ അയാൾ അതിനെ കുടിച്ചുള്ളിൽ ഇസ്ഹാല് വയറിളകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഹൽ യുസ്ഹിലു വയറിളക്കുമോ എന്ന് അയാൾ സംശയിക്കും. പതാലിക്ക അത് ഈ ശക്കിയാക്കി സംശയത്തിന്റെ പേരിൽ ലാഫി ഹുസൂലി ഷുറൂത്തുൽ ഇസ്ഹാലി വയറിളക്കത്തിന്റെ ഷർത്തുകൾ കരസ്ഥമാകുന്ന വിഷയത്തിൽ ഈ മരുന്ന് അതിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാക്കിയതാണോ എന്ന വിഷയത്തിൽ സംശയം. പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാക്കിയാണെങ്കിൽ വയറിളകുന്ന വിഷയത്തിൽ സംശയമില്ല. ദവായില് ഈ ഇസ്ഹാലിന്റെ ഈ മരുന്നില് വയറിളക്കത്തിന്റെ ഷർത്തുകളൊക്കെ ഉണ്ടോ എന്ന വിഷയത്തിലാണ് സംശയം. ബേത്തിബാരിൽ ഹാലി അവസ്ഥയെ പരിഗണിക്കൽ കൊണ്ട് വക്കത്ത് സമയത്ത്, കൈഫിയത്ത് ഖലത്തി ദവായി മരുന്നിൻ കലർക്കുന്ന സാധനങ്ങളുടെ രീതിയുടെ വിഷയത്തിലും, ഏതെല്ലാം എത്ര അനുപാതത്തിലാണ് കലർത്തേണ്ടത്, അങ്ങനെ കലർന്നിട്ടുണ്ടോ. തബഹി അതിനെ വേവിക്കണം, ചുണാമുക്കി എന്ന് പറയും, അത് വേവിച്ച് വയറിളക്കുന്നതിനുള്ള മരുന്ന് ആക്കണം, അതിന്റെ വിഷയത്തിൽ. ഇപ്പൊ ജൗദത്തി കാക്കീരിഹി അതിലെ ഔഷധം ഉന്നതമാണോ അതല്ല വെറും സാധാരണ താഴെക്കിടയിലുള്ളതാണോ. അദവിയത്തി അത് തന്നെ അക്കാക്കീർ തന്നെ ഔഷധം
ദവാന്റെ മദവിയത്ത്, അത് പിന്നെ മരുന്നെന്നർത്ഥം. ആ മരുന്നിന്റെ ജൗദത്ത്, ഉയർന്ന രീതിയിലുള്ള മരുന്നാണോ അതല്ല വെറും പൊളിയാണോ, ഈ വിഷയത്തിലേക്ക് ആ സംശയം. ഫഹാദാവ അംസാരുഹു, ഇതും ഇതുപോലുള്ളതും മൂജിബുൽ ഖൗഫി, ഭയത്തിനെ നിർബന്ധമാക്കുന്നതാണ് തോബയ്ക്ക് ശേഷം. അപ്പൊ മൂജിബുല്ലി ഷക്കി, സംശയത്തിന് നിർബന്ധമാക്കുന്നതാണ് ഫി ഖബൂലിന്റെ ഖബൂലിയത്തിന്റെ വിഷയത്തിൽ ലാ മഹാലത്ത അലാമാ സയത്തി, പുറകെ വരുന്ന ഒരു വിശദീകരണം അനുസരിച്ച് ഈ സൂറത്തിന്റെ ഷർത്തുകളിൽ ഇൻഷാ അല്ലാഹ് പുറകെ അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റുക്കുനു സാനി, രണ്ടാമത്തെ റുക്കിന്, 4 റുക്കിനുകളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ റുക്കിന് ഫീമ, ഒരു വിഷയത്തിലാണ്, അൻഹു തോബത്തു, ഒരു പാപത്തിന്റെ വിഷയത്തിൽ, അതിനെ തൊട്ടാണ് തോബ. വഹിയ, ഏതിനെ തൊട്ട് തോബ, ആ തോബ ഏതിനെ തൊട്ടാണോ അതെന്താ, അത് ദുനൂബ്, പാപങ്ങളാണ്. സഗായിറുഹ വകബായിറുഹ, ചെറുതും വലുതുമായ പാപങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് പുറകെ പറയാമോ. യഅലം, നീ അറിയണം, എന്നെ തോബത്ത, തോബ എന്ന് പറഞ്ഞാൽ തർക്കുൽ ദംബി, പാപത്തിനെ ഉപേക്ഷിക്കുക, അതിനാണ് തോബ എന്ന് പറയുന്നത്. പാപത്തിനെ ഉപേക്ഷിക്കുക, പാപത്തിനെ ഉപേക്ഷിക്കുന്നതിനാണ് തോബ എന്ന് പറയുന്നത്. പാപത്തിനെ ഉപേക്ഷിക്കുന്നതിനാ തോബ എന്ന് പറയുന്നത്. വലായിംകുനു തർക്കുശൈഇ, ഒരു വസ്തുവിനെ ഉപേക്ഷിക്കൽ സാധ്യമല്ല ഇല്ലാബാദ മാരിഫത്ത്, അതിനെ അറിഞ്ഞതിന് ശേഷം അല്ലാതെ. എന്താന്ന് മനസ്സിലാക്കിയെങ്കിലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. വൈദാക്കാനത് തോബത്തു വാജിബത്തൻ, അപ്പൊ തോബ വാജിബാണ് ആയാൽ, കാന ആകുന്നതാണ് മാ, ഒന്ന്, ലാ യതവസ്സലു ഇലൈഹ, ആ തോബയിലേക്ക് അവൻ എത്തത്തില്ല, ഇല്ലാബി, ആ ഒന്നുകൊണ്ടല്ലാതെ. അങ്ങനത്തെ ഒന്നും വാജിബൻ, തോബ നിർബന്ധമാണെന്ന് പറയുമ്പോൾ തോബയിലേക്ക് എത്തുന്ന കാര്യവും നിർബന്ധമാവും. അപ്പൊ മാരിഫത്തു ദുനൂബി ഇതൻ വാജിബത്തുൻ, പാപം ഏതാണെന്ന് അറിയൽ നിർബന്ധമാണ്. ദമ്പ്, പാപം, ദമ്പ് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻകുല്യമാഹുവ മുഖാലിഫുൻ ലിഅംരില്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനയോട് എതിരാവുന്ന എല്ലാ കാര്യങ്ങൾ തൊട്ടും പറയപ്പെടുന്നതാണ് പാപം. ഈ തർക്കിൻ ഔ ഫെയിലിൻ, തർക്കിലോ ഫെയിലിലോ, ചെയ്യാൻ പറഞ്ഞു ചെയ്തില്ല, അത് പാപമാണ്. ഉപേക്ഷിക്കാൻ പറഞ്ഞു ഉപേക്ഷിച്ചില്ല, അത് പാപമാണ്. തഫ്സീലു ദാലിക, ഇതിന്റെ വിശദീകരണം യസ്തദിഇ ശർഹ തക്ലീഫാത്തി മിൻ അവ്വലിഹ ഇലാ ആഖിരിഹ, തക്ലീഫുകൾ, മനുഷ്യന്റെ ഭാഗത്തേക്കുള്ള അള്ളാഹുവിന്റെ ശാസനകളുടെ ഷറഹിന് അത് തേടും. എന്തെല്ലാം ശാസനകളാണെന്ന് വിശദീകരിക്കേണ്ടി വരും, ആദ്യം മുതൽ അവസാനം വരെ. അലൈസ ദാലിക മിൻ ഗർദിന, അത്രയും പറയുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. വലാകിന്ന, പക്ഷെ നാം നുശീറു ഇലാ മജാമി, അതിന്റെ മൊത്തത്തിലേക്ക് നാം ഇശാറ ചെയ്യും. റവാബിത്ത് അഖ്സാദിന്റെ കിസ്മുകളുടെ പരസ്പര ബന്ധങ്ങളുടെ മേലും നാം എന്ത് ചെയ്യും, പുറകെ ഇശാറ ചെയ്യും. അല്ലാഹുൽ മുവഫ്ഫിഖു ലിസ്സവാബി ബിറഹ്മതിഹി, അല്ലാഹു തആല സത്യത്തിന് തൗഫീഖ് നൽകുവനാണ്, അവന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ എടുക്കാം.